രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്നായ പടയപ്പ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതിന് മുന്നോടിയായി റീ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. KS രവികുമാർ സംവിധാനം ചെയ്ത് 1999 പുറത്തിറങ്ങിയ പടയപ്പ രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട സിനിമകളിലൊന്നാണ്. രജനീകാന്ത് സിനിമയിൽ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ആദരമർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചിത്രത്തിന്റെ റീ റിലീസ് പ്രഖ്യാപിച്ചത്. രജനീകാന്തിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 12-നാണ് ചിത്രത്തിന്റെ റീ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ റീ റിലീസ് ട്രെയിലർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. പടയപ്പയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാവുമെന്നും ഇതിനോടനുബന്ധിച്ച് രജനീകാന്ത് പ്രഖ്യാപിച്ചിരുന്നു. നീലാംബരി എന്നാണ് ചിത്രത്തിന്റെ പേരെന്നും എന്തിരൻ 2.0 ജയിലർ 2 ഒക്കെ വന്ന വേളയിൽ എന്തുകൊണ്ട് പടയപ്പ 2 ചെയ്തുകൂടാ എന്ന തോന്നൽ വന്നുവെന്നുമാണ് രജനീകാന്ത് പ്രതികരിച്ചത്. ആക്ഷനും ഇമോഷനും മാസും എല്ലാം കോർത്തിണക്കിയ ചിത്രത്തിൽ സൗന്ദര്യ, രമ്യ കൃഷ്ണൻ, ശിവജി ഗണേശൻ, നാസർ, ലക്ഷ്മി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. പടയപ്പയിൽ രമ്യ കൃഷ്ണൻ ചെയ്ത കഥാപാത്രത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് ഐശ്വര്യ റോയിയെ ആയിരുന്നുവെന്നും രജനീകാന്ത് പറഞ്ഞിരുന്നു. സിനിമയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രമാണ് നീലാംബരി. ആവേശം ആര് ചെയ്യുമെന്ന ചർച്ച വന്നപ്പോൾ തന്നെ തന്റെ മനസ്സിൽ വന്നത് ഐശ്വര്യ റോയ് ആയിരുന്നു. എന്നാൽ ആ സമയത്ത് ഐശ്വര്യ റോയ് വളരെ തിരക്കിലായിരുന്നു, ലഭിച്ചില്ലെന്നും രജനീകാന്ത് പറഞ്ഞു. പിന്നീട് ചെയ്യാമെന്ന് അറിയിച്ചിരുന്നെങ്കിൽ 1 വർഷമൊക്കെ കാത്തിരിക്കാൻ തങ്ങൾ തയ്യാറായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിന്നീട് ഐശ്വര്യ റായ്ക്ക് പടയപ്പ ചെയ്യാൻ താല്പര്യമില്ലെന്നറിഞ്ഞതോടെയാണ് രമ്യ കൃഷ്ണനെ സമീപിച്ചതെന്നും രജനീകാന്ത് പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.